പൊയ്യാറമഠം ഓം ശ്രീ വിഷ്ണുമായി നമഃ. ഞാൻ ഷെറിൻ, പൊയ്യാറശ്രീ വിഷ്ണുമായ മഠം. എല്ലാ ദൈവങ്ങൾക്കും ശക്തിയുണ്ട്. എല്ലാ മതത്തിലുമുള്ള ദൈവങ്ങൾക്കും ശക്തിയുണ്ട്. നിരീശ്വരവാദത്തിനും ശക്തിയുണ്ട്. അതാണൊരു സത്യം. മനുഷ്യനാണ് എല്ലാം ചെയ്യുന്നത്. എന്ത് കാര്യവും നമ്മളുടെ ജീവിതത്തിൽ നേടിയെടുത്തിട്ടുള്ളതല്ലാതും മനുഷ്യൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. അവിടെ ദൈവികതയെ കൊണ്ടുവരുന്നതിൻ്റെ കാരണം അവൻ്റെ മാനസികപരമായിട്ടുള്ള തലത്തിനെ ഉയർത്തി പ്രകൃതിയുമായിട്ട് അവൻ എന്താണോ അന്വേഷിച്ച് നടക്കുന്നത്. എക്സാമ്പിൾ എന്ന് വെച്ചാൽ കണ്ടുപിടുത്തങ്ങൾ. ഇന്നേ വരെയുള്ള പല കാര്യങ്ങളും കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ ഈ കണ്ടുപിടിക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ അവിടെ ഉണ്ടായാലാണ് ഇത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇല്ലാത്തൊരു സാധനത്തിനെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. അപ്പോ ഇതെല്ലാ കാര്യങ്ങളെയും തീവ്രമായിട്ട് ഒരാളുടെ ഒബ്സർവേഷൻ അല്ലെങ്കിൽ നിരീക്ഷണം അല്ലെങ്കിൽ ആ കാര്യം എന്താണ് എന്നുള്ള അതിതീവ്രമായിട്ടുള്ള ആഗ്രഹം, ഇതൊക്കെ വരുമ്പോൾ പ്രകൃതി അതിന് വേണ്ട സൂചനകൾ നൽകിയിട്ട് കിട്ടുന്നു എന്നുള്ളതാണ് സത്യം. അത് നമ്മളിപ്പോ ഏത് കാര്യങ്ങളുമായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ തന്നെയാണ് ദൈവീകപരമായിട്ടുള്ള കാര്യങ്ങളിലും മനുഷ്യന് സംഭവിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്, ദൈവമുണ്ടോ ദൈവമില്ലയോ എന്നൊക്കെയുള്ള ചിന്തകളിൽ നിന്ന് അതിനെക്കുറിച്ചുള്ള തീവ്രമായിട്ടുള്ള അന്വേഷണത്തിന്റെ ഫലമായിട്ട് ഓരോ വ്യക്തികളിലും ഓരോ കാലഘട്ടത്തിലുള്ള മഹാനായിട്ടുള്ള ആൾക്കാർക്കും അവരുടെ ചിന്തകളിൽ അവരുടെ ഇതായിട്ടുള്ള പലതരത്തിലുള്ള വിഷൻസ് അതിനെ ബേസ് ചെയ്തിട്ട് ആ ഡിഫൈൻ ചെയ്തു വന്നിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള അമ്പലങ്ങളായാലും പള്ളികളായാലും എല്ലാ കാര്യങ്ങളും അതിനെ ബേസ് ചെയ്തിട്ട് വരുന്നത്. അപ്പോൾ എല്ലാ മതങ്ങളിലുമുള്ളതും എല്ലാ തരത്തിലുമുള്ള ആരാധനകളും ശരിക്കും പറഞ്ഞാൽ ശരി തന്നെയാണ്. അതിനെ തെറ്റെന്ന് നമുക്ക് പറയാനായിട്ടുള്ള അറിവോ കഴിവോ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നമ്മൾക്ക് നമ്മളുടെ ശരികൾ അത് നിയമപരമായിട്ടും സാമൂഹികപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ബുദ്ധിപരമായിട്ടും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ, മറ്റുള്ളവരുടെ ജീവൻ അപഹരിക്കാത്ത രീതിയിൽ, മറ്റുള്ളവരെ നശിപ്പിക്കുന്ന രീതികളിലല്ലാതെ ചെയ്യുന്നത് എന്തിനും ദൈവീകതയുണ്ടെന്നുള്ളതാണ്. അപ്പോ വിഷ്ണുമായ സ്വാമിയെയും ചാത്തന്മാരെയും ഉപാസിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ എൻ്റെ അടുത്ത് എല്ലാ മതത്തിലുമുള്ള ആൾക്കാരുമായിട്ട് നമുക്ക് വളരെ അടുത്ത ബന്ധമുള്ള ആളാണ്. ശരിക്കും എൻ്റെ ഒരു ജീവിതത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് തന്നെ ചെറുപ്പകാലം മുതൽ നമ്മൾ പള്ളി സ്കൂളിൽ, അതായത് ക്രിസ്ത്യൻ പള്ളി സ്കൂളിലാണ് നമ്മൾ പഠിച്ച് തുടങ്ങിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ക്രിസ്തീയപരമായ കാര്യങ്ങളെക്കുറിച്ചും അവിടെയുള്ള ആരാധനകളെക്കുറിച്ചും പള്ളിയിൽ പോകുന്ന കാര്യങ്ങളും പള്ളിയിൽ നിന്നുള്ള വളരെ ഒരു പാവപ്പെട്ട കുടുംബമൊക്കെ ആവുമ്പോൾ സ്വാഭാവികമായിട്ട് പള്ളിയിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് സഹായങ്ങളൊക്കെ കിട്ടി അങ്ങനെ വളർന്നിട്ടുള്ളൊരു കുടുംബം അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയും കൂടിയാണ്. അതുപോലെ തന്നെ മുസ്ലിം ആയിട്ട് അപ്പൊ നമ്മൾ എവിടെ ചെന്നാലും അങ്ങനെയുള്ള ഫ്രണ്ട്സ്, തൃശ്ശൂരുകാർക്ക് അത് പ്രത്യേകിച്ച് അറിയാവുന്ന ഒരു കാര്യമാണ്. ഇവിടെ തൃശ്ശൂരില് ക്രിസ്ത്യൻ, മുസ്ലിം അല്ലെങ്കിൽ ഹിന്ദു എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള ചിന്തകളൊന്നുമില്ല. എല്ലാവരും എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യുന്ന ഒരവസ്ഥയാണ്. ഇപ്പോൾ നോമ്പ് കാലമാണ്, നോമ്പ് തുറക്കാനായിട്ട് പോകുന്നത് നമ്മൾ ഏതെങ്കിലും നമ്മുടെ സുഹൃത്തിൻ്റെ വീട്ടിൽ പോയിട്ട് നോമ്പ് തുറ, അതിനുള്ള ഭക്ഷണം കഴിക്കുക, അവരോടൊപ്പം കൂടെ നടക്കുക എന്നുള്ള ഒരു സാഹചര്യമാണ്. അതുപോലെ ക്രിസ്തീയ രീതിയിലാണെങ്കിൽ ഞായറാഴ്ചകളിലും അല്ലെങ്കിൽ ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ പോയി അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുക, ഭയങ്കരമായി എൻജോയ് ചെയ്യുക. ഓരോ ഫങ്ഷനും എൻ്റെ ചെറുപ്പകാലത്ത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എല്ലാവരും ജീവിക്കുന്നതെന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാവരും ഉണ്ടായാലും തന്നെയാണ് വിജയിക്കാൻ പറ്റുള്ളൂ. നമ്മൾക്ക് ഒറ്റയ്ക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാ തരത്തിലുമുള്ള എല്ലാവരുടെയും ഒരു സൗഹൃദവും സ്നേഹവും അവർ നൽകുന്ന പലതരത്തിലുള്ള സഹായങ്ങൾ കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതെല്ലാവരും ചെയ്യില്ല. ഇപ്പോൾ മുസ്ലിംസ് തന്നെ മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് വിരോധം ഉണ്ടാവാം,
അല്ലെങ്കിൽ അവരുമായിട്ടുള്ള കോമ്പറ്റീഷൻസ് ഉണ്ടാവാം, സഹായങ്ങൾ കിട്ടാത്തതുണ്ടാവാം. അത് ഹിന്ദുക്കളിലും സംഭവിക്കാം, അതുപോലെ ക്രിസ്ത്യൻസിനും സംഭവിക്കാം. അത് സ്വാഭാവികമായി മനുഷ്യന്മാരുടെ ഇടയിൽ ഉണ്ടാകുന്ന അസൂയ കൊണ്ടോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ കൊണ്ടാണ്. കോമൺ ആയിട്ട് ആർക്കും ആരോടും ദേഷ്യങ്ങളൊന്നുമില്ല. അപ്പൊ ഏതെങ്കിലും ഒരു വ്യക്തി വേറെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ സഹായത്തോടു കൂടി തന്നെയാണ് വളരുന്നത്. അപ്പോ ഞാൻ ഇത് മെൻഷൻ ചെയ്യാനുള്ള കാരണം, നമ്മളുടെ ജീവിതത്തില് നമുക്ക് വിജയിക്കണമെങ്കിൽ എല്ലാവരും ഉണ്ടാവണം, എല്ലാവരുടെയും സഹായം. അപ്പൊ ദൈവികപരമായിട്ട് പറയുമ്പോൾ എല്ലാ ദൈവങ്ങളുടെയും സഹായം വേണം. അതായത് ക്രിസ്തീയ മതവിശ്വാസിയായിട്ടുള്ള ഒരാള്, അല്ലെങ്കിൽ മുസ്ലിം മതത്തിൽ വിശ്വസിക്കുന്ന ഒരാള്, ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന ഒരാള്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മതത്തിൽ വിശ്വസിക്കുന്ന ഒരാള് എവിടെ ചെന്നാലും മനുഷ്യന്മാരുടെ പല വ്യക്തികളുടെ സഹായമുള്ളതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ നടത്തിയെടുത്ത് തരുന്നത് ചിലപ്പോൾ ഒരു ദൈവം തന്നെ ആവില്ല എന്ന്. അപ്പൊ ഞാൻ ദൈവപരമായിട്ടുള്ള ഒരു കോൺസെപ്റ്റിൽ പറയുമ്പോൾ വിഷ്ണുമായ സ്വാമിയും ചാത്തന്മാരെ കുറിച്ചാണ് ഞാൻ പറയുന്നതെങ്കിൽ, വേറൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആള് വിഷ്ണുമായ സ്വാമിയും ചാത്തന്മാരുടെയും സഹായങ്ങളും അവരുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകുന്നത്. ദൈവങ്ങൾക്കിടയിൽ ഒരു പ്രോബ്ലംസ് ഇല്ല. ഏത് ദൈവവും എല്ലാവരും ഒന്നാണെന്നുള്ള രീതിയിലും നമ്മൾ ഈ പറയുന്ന പോലെ മനുഷ്യന്മാരുടെ ഇടയിലുള്ള ഈ കോമ്പറ്റീഷനും തല്ലൂട്ടങ്ങളൊന്നും ദൈവത്തിന്റെ ഇടയിൽ ഉണ്ടാവില്ല. നമ്മളെന്ന് വെച്ചാൽ അത് കാണുന്നില്ല. നമ്മൾ അതിനെ കൊണ്ടുപോകുന്ന രീതിക്ക് അനുസൃതമായിട്ടാണ് അതിന്റെ ഇത് വരുന്നത്. ഇപ്പോൾ പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠത്തിൽ നിന്ന് പറഞ്ഞാൽ എല്ലാവരും വരും. ഇവിടെ പൂ നുള്ളാനിരിക്കുന്ന ആളാവും ചിലപ്പോൾ, വിളക്ക് കത്തിക്കുന്ന ആൾക്കാര്, അല്ലെങ്കിൽ ഇവിടെ അമ്പലവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന ആൾക്കാര് ചിലപ്പോൾ ഏതു മതത്തിലുള്ളതൊന്നാണെന്ന് നമ്മൾ അന്വേഷിക്കാറില്ല. കാരണം നമ്മൾ അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. കാരണം ഇവിടെ മനുഷ്യന്മാര് പ്രശ്നമായിട്ട് വരുന്ന ആൾക്കാർ. അപ്പൊ എൻ്റെ അടുത്തേക്ക് വരുന്ന ആൾക്കാർ, ഇപ്പൊ ഞാൻ പറഞ്ഞുള്ളതും കേട്ടിട്ടാവും ആൾക്കാർ എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടാവും. അപ്പൊ അവർ പ്രശ്നങ്ങളിലുണ്ടാവും. ഞാൻ പറയുന്നത് ഒരുപാട് പ്രശ്നങ്ങളിലും ദുരിതങ്ങളിലും ദുഃഖങ്ങളും എല്ലാം അനുഭവിച്ച് ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിൽ ഏത് ദൈവം ഹെൽപ്പ് ചെയ്താലും കുഴപ്പമില്ല, എനിക്കൊന്ന് രക്ഷപ്പെട്ടാൽ മതി, എനിക്കൊന്ന് ശ്വാസം നേരെ കിട്ടിയാൽ മതി, ഒന്ന് മനസ്സമാധാനമായിട്ട് ഇരുന്നാൽ മതി എന്നുള്ള ചിന്തയിലാണ് ഓരോ മനുഷ്യനും നടക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആത്മഹത്യയെക്കാളും നല്ലത് എങ്ങനെയെങ്കിലും ഒന്ന് ജീവിതത്തിൽ മുന്നേറണം എന്നുള്ള ചിന്തയുമായിട്ടാണ് എല്ലാവരും നടക്കുന്നത്. അപ്പോ അതുപോലെയുള്ളൊരു മനുഷ്യൻ തന്നെയാണ് ഞാനും. ഞാൻ അങ്ങനെ തന്നെ നടന്നിട്ടുള്ള ഒരാളാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്നെ ആരാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം വന്ന, ആവശ്യം വന്ന, എൻ്റെ അഡ്വക്കേറ്റ് എന്ന് പറയുന്നത് വേറെ മതത്തിലെ ആളായിരിക്കും. എനിക്ക് വേണ്ടി വണ്ടി ഓടിക്കാനായിട്ട് വരുന്നതും എന്നെ കൊണ്ട് എങ്ങടേലും പോകുന്ന ഒരാള് ചിലപ്പോൾ വേറെ മതത്തിലുള്ള ആളായിരിക്കും. അങ്ങനെ നമ്മളെല്ലാവരും കൂടി വരുമ്പോഴാണ് അവിടെ ഒരു വിജയം ഉണ്ടാവുന്നത്. ഇതുപോലെ തന്നെ എല്ലാ ദൈവങ്ങളും ശക്തിയുള്ളതാണ്. അപ്പോ വിഷ്ണുമായ സ്വാമിയും ചാത്തന്മാരെയും കുറിച്ച് ഞാൻ പറയാൻ കാരണം, അത് എനിക്കൊരു വൈകാരികമായിട്ടുള്ള ഭയങ്കരമായ അടുപ്പുണ്ടാവുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് അതിനെക്കുറിച്ച് വളരെ സീരിയസ് ആയി സംസാരിക്കും. നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് ഞാൻ പറയുന്നത്, അത് വിചാരിച്ച് മറ്റുള്ളവരും മോശം എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ വളരെ സീരിയസ് ആയിട്ട് ഇതിനെ പറ്റി പറഞ്ഞത്. വിഷ്ണുമായ സ്വാമി ആയാലും ഏത് ദൈവമാണെങ്കിലും വളരെ പവർഫുൾ ആണ്. എന്നെ സംബന്ധിച്ച് നമുക്ക് ചില കാര്യങ്ങളോട് ഒരു വ്യക്തിയോട് ഭയങ്കര അടുപ്പമുള്ളാവുന്ന പോലെ എന്ത് കാര്യങ്ങളും തുറന്നു പറയാനും ഏത് തരത്തിലുള്ള ഇതാണെങ്കിലും നമുക്ക് ആളോട് സംസാരിക്കാൻ കുറച്ചും കൂടി ഈസിയാണ്. അപ്പൊ അത് തന്നെയാണ് നമ്മൾ മറ്റുള്ളവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എൻ്റെ അടുത്തേക്ക് വരുന്ന ഒരുപാട് ആൾക്കാർ ഭയങ്കര പ്രശ്നത്തിലായിരിക്കും അവർ കടന്നു പോകുന്നുണ്ടാവും. അപ്പൊ അവർ നമ്മളുടെ അടുത്ത് വരുമ്പോൾ എനിക്കറിയാം അവരുടെ പ്രശ്നം 1 മാസമോ 2 മാസമോ 3 മാസമോ 4 മാസമോ കൊണ്ടൊന്നും ശരിയാവില്ല. അത്രയും വലിയ പ്രശ്നത്തിൽ അവർ വീണ്ടുണ്ടാവും. പക്ഷേ ആ സമയത്ത് അവരോടത് തുറന്നു പറയുകയോ ചെയ്യാൻ പറ്റാത്ത സാഹചര്യവും. കാരണം അവര് ആത്മഹത്യ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാവും വരുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ട എന്തായിരിക്കും? അവർക്കൊരു പ്രതീക്ഷയാണ് വേണ്ട, അവർക്കൊരു ധൈര്യമാണ്. ശരിക്കും എന്താണ് ജീവിതത്തിലെ സന്തോഷം എന്നറിയോ? ധൈര്യമാണ്. നമ്മുടെ ഇന്ന് ധൈര്യം പോയാൽ നമ്മുടെ സന്തോഷം പോയി. നമുക്ക് എന്തു വന്നോട്ടെ, നമുക്ക് ധൈര്യം ഉണ്ടെന്ന് നോക്കി നമുക്ക് സന്തോഷം ഉണ്ടാവും. ധൈര്യമാണ് സന്തോഷം. ഭയമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിരാശ. അപ്പൊ ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റണം. അപ്പൊ ആ ധൈര്യം ഞാൻ അവർക്ക് കൊടുക്കും. കാരണം നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഇവിടെ. അതിനുവേണ്ടി ആൾക്കാരുണ്ട്, അതിന് നമ്മളെ സഹായിക്കാനുള്ള ആൾക്കാരുണ്ട്, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ ആൾക്കാരുണ്ട്. ഈ കാലഘട്ടം നമ്മൾ ഇവിടം വരെ എത്തി നിൽക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അവരൊന്നും നമ്മുടെ കൂടെ ഇപ്പില്ലെങ്കിലും പുതിയ ആൾക്കാർ ഹെൽപ്പ് ചെയ്യാൻ ഉണ്ടാവും എന്നുള്ളതാണ് സത്യം. ആ മേഖലകളിലേക്കും അതിലേക്കും നമ്മൾ മുന്നേറണം, പ്രതീക്ഷയോടെ മുന്നേറണം. നമ്മൾ തീർന്നു എന്ന് പറയാൻ ആയിരക്കണക്കിന് ആൾക്കാരുണ്ടാവും. പക്ഷെ നമ്മൾ ജയിക്കും എന്ന് പറയാൻ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടാവും.
ആ ലക്ഷ്യങ്ങളിലേക്ക് നമ്മൾ മുന്നോട്ട് പോവുക. അങ്ങനെ നമ്മൾ രക്ഷപ്പെടുള്ളൂ. അത് നമുക്ക് സാധിക്കും. അതിനു വേണ്ടി നിങ്ങൾക്ക് വിഷ്ണുമായ മഠത്തിലേക്ക് വരാം. നിങ്ങൾക്ക് ജയിക്കാൻ വേണ്ടി എന്താണ് ചെയ്തു തരേണ്ടത്, അതിനുവേണ്ടി നമുക്ക് പൊരുതാം, അതിനെങ്ങനെ നമുക്ക് പ്രവർത്തിക്കാം, എങ്ങനെ നമുക്ക് വിജയിക്കാം, എന്തൊക്കെ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയാലാണ് ജീവിതത്തിൽ വിജയങ്ങൾ നേടിയെടുക്കാൻ പറ്റുക എന്നുള്ള അതിശക്തമായിട്ടുള്ള ധൈര്യം നമ്മളിലേക്ക് എത്താനായിട്ട് പുയ്യാറ ശ്രീ വിഷ്ണുമായ മഠം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. എല്ലാവർക്കും വിജയിക്കാമെന്നേ. നമുക്ക് നോക്കാം. എന്തൊക്കെ രീതിയിലൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അതിൻ്റെ അപ്പുറത്ത് നിന്ന് ആ പ്രശ്നത്തെ അടിച്ചോടിച്ചുകൊണ്ട് നമ്മൾ വിജയത്തിൽ മുന്നേറുന്ന ഒരു ദിവസം വരും. ആ ദിവസത്തിനായി നമുക്ക് പ്രവർത്തിക്കാം. എല്ലാവരും വിജയിക്കട്ടെ.